ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മട്ടൻ പുലാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ച് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം വലിയ പീസായിട്ടുള്ള മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കഴിക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കുറച്ചൊരു മാറിയ പോലെ തോന്നാറുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് മട്ടൻ വേവുന്നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ വേവുന്ന ടൈം കൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ 2 പീസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കട്ടി കുറഞ്ഞ് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചോപ്പറിൽ ചെയ്യുന്നത് മാത്രം, നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് ചെയ്താൽ മതി. ഇപ്പോൾ 2 ക്യാരറ്റ് നല്ലോണം ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മട്ടൻ കുറച്ചുകൂടി വേവാനുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തത്. ഒലീവ് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് കൂടെ ഒന്ന് നല്ലോണം വഴറ്റി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ജസ്റ്റ് നല്ലോണം വഴണ്ടി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും മട്ടൺ ഞാൻ ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. ബട്ടർ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ സെയിം പാനിൽ തന്നെ പിന്നെ മുന്തിരി ഒന്ന് വഴറ്റിയെടുക്കാണ്ട് ചെയ്യേണ്ട. ഇപ്പോൾ ക്യാരറ്റ് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിൽ തന്നെ ഒലിവ് ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ കൂടെ ചേർത്തതിന് ശേഷം മുന്തിരി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം പൊങ്ങി വന്നാൽ ഇതും കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
രണ്ടും കൂടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ സെയിം പാനിൽ തന്നെ 2 ഉള്ളി മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലോണം ഒന്ന് കട്ടി കുറഞ്ഞ് നല്ലോണം കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ പുലാവ് ആയതുകൊണ്ട് തന്നെ അധികം മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ സ്പൈസ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് നല്ലോണം കഴുകിയിട്ട് അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാണ്ട് ആണ് ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറേ ടൈം കുതിർത്ത് വെക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് നല്ലോണം കഴുകിയതിന് ശേഷം ഈ ഒരു ഉള്ളീൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റിന് മേലെ നല്ലോണം വറുത്തെടുക്കണം. നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അതിൻ്റെ ഓയിലൊക്കെ കുറച്ച് പറ്റിയതുപോലെ ആയിട്ട് വരും. ആ ഒരു ടൈമിൽ നല്ലോണം തിളച്ച വെള്ളം, ഇപ്പോൾ 2 കപ്പിന് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പ്രൈഡ് ഓഫ് പാകിസ്ഥാൻ്റെ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നല്ലോണം തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയം വെച്ചതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം വറ്റി വരുന്ന ടൈമിൽ കുറച്ചും കൂടെ നല്ലോണം സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ട് റൈസ് സൈഡിലേക്ക് മാറ്റി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മട്ടന് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇറച്ചി മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്തത് ഗരം മസാലയും കുരുമുളകും ഉപ്പും മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും റൈസ് നല്ലോണം റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മട്ടൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് വേവ് തന്നെ റെഡി വന്നിട്ടുണ്ട് റൈസ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. അതിനുശേഷം നേരത്തെ റെഡി വെച്ചിട്ടുള്ള ആ ഒരു മട്ടന് ഇതിലേക്കൊന്ന് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഇറങ്ങി റൈസിന് നല്ലൊരു ഫ്ലേവറായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ലോയിലിട്ട് ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക 1 മിനിറ്റ്. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഫാറ്റൊക്കെ ഇറങ്ങി റൈസിന് നല്ല ഫ്ലേവർ വരും. ഇപ്പോൾ പുലാവിൽ ഇങ്ങനെ ഇത് കത്തിച്ച് വെക്കുമെന്ന് കറക്റ്റ് അറിയില്ല. ഞാനിങ്ങനെ വെക്കുന്നത് എനിക്ക് ആ ഒരു ഫ്ലേവർ
സ്മെല്ലൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫുൾ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മസാല പിടിക്കുന്നവരൊന്ന് ജസ്റ്റ് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പുലാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഓയിലും കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലും ഒക്കെ കറക്റ്റ് അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ആദ്യം തന്നെ മട്ടന് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രൈ പാനിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം റൈസ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വിളമ്പുന്നത്. അപ്പം എല്ലാ മട്ടനും കൂടെ ഈ ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ റൈസ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ റൈസ് ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു കറുത്ത മുന്തിരിയും ക്യാരറ്റും ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നെങ്കിലും പക്ഷെ അതും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ലാസ്റ്റ് ഈ ഒരു പുലാവ് കഴിക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ്റെ പുലാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുറേ ആയി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഈ ഒരു പുലാവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് കമൻസൊക്കെ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. What are these?